RRB എല്ലാവർക്കും നമ്മുടെ വീക്കിലി CA സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ SSC ആൻഡ് റെയിൽവേ എക്സാംസിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ചധികം കണ്ടന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ സൈലം റെയിൽവേസ് ആരംഭിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ബാച്ചാണ് RRB NTPC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് 15th സ്റ്റാർട്ട് ചെയ്യുന്നില്ല, 26th മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3,999 ആണ് നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. സോ അഡ്മിഷൻ ഓപ്പൺ ആണ്. NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമുകൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ ജോയിൻ ചെയ്യുക NTPC ബാച്ചിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് നോക്കാം. 6 November International Day for Preventing the Exploitation of Environment in War and Armed Conflicts. അതായത് പല യുദ്ധങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് നമ്മുടെ എൻവിറോൺമെന്റൽ പൊല്യൂഷനും എൻവിറോൺമെന്റിനും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. സോ അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കാനാണ് UN ജനറൽ അസംബ്ലി 5th November 2001 മുതൽ 6 November എല്ലാ വർഷവും നവംബർ മാസം 6-ാം തീയതി ഇന്റർനാഷണൽ ഡേ ഫോർ പ്രിവെന്റിംഗ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എൻവിറോൺമെന്റ് ഇൻ വാർ ആൻഡ് കോൺഫ്ലിക്റ്റ് ആചരിക്കുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് ഇന്ത്യൻ ബോൺ മുസ്ലിം വുമൺ ടു വിൻ ലെഫ്റ്റനന്റ് ഗവർണർ എലക്ഷൻ ഇൻ US ആരാണ്? ഗസ്ല ഹഷ്മി ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഫസ്റ്റ് മുസ്ലിം വുമൺ ടു വിൻ ലെഫ്റ്റനന്റ് ഗവർണർ എലക്ഷൻ ഇൻ US ആരാണ്? ഗസ്ല ഹാഷ്മി. നെക്സ്റ്റ്, Nara Bhuvaneshwari honored with 2 prestigious awards in London. Nara Bhuvaneshwari, MD Heritage Food and Managing Trustee, NTR Trust, received 2 honors from Institute of Directors, UK. Awarded Distinguished Fellowship, അതായത് 2 അവാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഹെറിറ്റേജ് ഫുഡ് വോൺ ഗോൾഡൻ പീകോക്ക് അവാർഡ് ഫോർ എക്സലൻസ് ഇൻ കോർപ്പറേറ്റ് ഗവർണൻസ്. സോ നാര ഭുവനേശ്വരി 2 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നാര ഭുവനേശ്വരി ഹോണർഡ് വിത്ത് 2 പ്രസ്റ്റീജിയസ് അവാർഡ് ഇൻ ലണ്ടൻ. റേഡിയോ പർവാസി യേർവാഡ വുമൻസ് പ്രിസൺ ലോഞ്ചസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിറ്റി റേഡിയോ. പർവാസ് എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് ആണ്, സിംബൽ ഓഫ് ഫ്രീഡം ആൻഡ് ആസ്പിരേഷൻ. 2 inmates trained as a radio jockeys. 2 inmates പ്രിസണിലുള്ള ആൾക്കാർ 2 പേര് എന്തായിട്ടുണ്ട്? റേഡിയോ ജോക്കീസ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഫോളോസ് റേഡിയോ YCP ലോഞ്ച് ഇൻ 2014 ഫോർ മെൻസ് വിങ്. അതായത് മെൻസ് വിങ്ങിൽ 2014 തന്നെ റേഡിയോ വിങ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 2014 മെൻ വിങ്ങിൽ തുടങ്ങിയ റേഡിയോന്റെ ബേസിസിലാണ് ഇവിടെ വുമൺ വിങ്ങിൽ റേഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ വിഷൻ ഫൗണ്ടേഷൻ പ്ലസ് SLB എന്ന് പറയുന്ന ഗ്ലോബൽ ടെക് ഫേമിന്റെയും ജോയിന്റ് വെഞ്ചർ ആണ് ഇത്. സോ റീഹാബിലേഷൻ, കോൺഫിഡൻസ് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്റ്റീവ് എൻവയറമെന്റ് ഓഫ് വുമൺ ഇൻമേറ്റ്സ്. അതായത് പ്രിസണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെന്റ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. So APEDA facilitate first export to fortified rice kernel from Chhattisgarh to Costa Rica. ന്യൂട്രീഷൻലി എൻഹാൻസ്ഡ് റൈസ് ആണ് നമ്മുടെ ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത് അല്ലേ. മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 അങ്ങനെയുള്ള കുറേയധികം മിനറൽസും ന്യൂട്രിയൻസും വെച്ച് എൻഹാൻസ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള റൈസ് ഗ്രെയിൻസ് ആണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. അനീമിയ ആൻഡ് മാൽന്യൂട്രീഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. സോ FRK ഇസ് ടു നോർമൽ റൈസ് റേഷ്യോ എന്ന് പറയുന്നത് 1:100 ആണ്. അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ പ്രൊമോട്ട് അഗ്രി ആൻഡ് പ്രോസസ് ഫുഡ് എക്സ്പോർട്ട്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് മാർക്കറ്റ് ലിങ്കേജ് ആണ് പ്രധാനപ്പെട്ട റോള് വരുന്നത്. ഛത്തീസ്ഗറിൽ നിന്നും കോസ്റ്റാറിക്കയിലേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുവ സയന്റിസ്റ്റ് അവാർഡ് 2025 goes to സ്വായി ഗൗതം ഗോപാലകൃഷ്ണൻ at IISc. അപ്പോൾ മനോഹർ പണിക്കർ യുവ സയന്റിസ്റ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ സായി ഗൗതം ഗോപാലകൃഷ്ണനാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. കമ്പ്യൂട്ടേഷണൽ മെറ്റീരിയൽ സയൻസ്, ഇന്നോവേഷൻ ഇൻ അഡ്വാൻസ് മെറ്റീരിയൽ റിസർച്ച് ആണ് അദ്ദേഹത്തിന്റെ ഫീൽഡ് വരുന്നത്. സോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രധാനമായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ്, ഇന്നോവേറ്റീവ് റിസർച്ചുകൾ നടത്തുന്ന
യങ് സയന്റിസ്റ്റുകൾ, യങ് റിസർച്ചേഴ്സിനെ ഹോണർ ചെയ്യുന്നതാണ് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. Maharashtra become the first state to team up with Elon Musk Starlink. CM ഫട്നാവിസ് ആണ് ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര ഇൻസ് ഫസ്റ്റ് സ്റ്റാർലിങ്ക് പാക്ക് ടു ബൂസ്റ്റ് റൂറൽ ഇന്റർനെറ്റ്. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള റൂറൽ ഏരിയയിലുള്ള ഇന്റർനെറ്റ് ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമായി മഹാരാഷ്ട്ര സൈൻ ചെയ്തിട്ടുണ്ട്. സോ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി MOU സൈൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. സാറ്റലൈറ്റ് ബേസ്ഡ് ബ്രോഡ്ബാൻഡ് ത്രൂ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ആണ് സർവീസ് ടൈപ്പ് എന്ന് പറയുന്നത്. റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ലോക്കൽ ഗ്രൗണ്ട് സ്റ്റേഷൻ, കണക്ട് റിമോട്ട് സ്കൂൾ, ഹെൽത്ത് സെന്റർ ആൻഡ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻഹാൻസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ടെലിമെഡിസിൻ ആൻഡ് ഇ ഗവർണൻസ്, ഡിജിറ്റൽ ഇൻക്ലൂഷൻ എല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബംഗളൂരു ട്രാഫിക് പോലീസ് ലോഞ്ച് ചെയ്തിട്ടുള്ള മൈക്രോ ലെവൽ കൺജഷൻ, അതായത് ഈ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കുന്നതിനായിട്ട് ബാംഗ്ലൂരു ട്രാഫിക് പോലീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് കോബ്ര ബീറ്റ് എന്ന് പറയുന്നത്. ബാംഗ്ലൂരു ട്രാഫിക് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാമല്ലേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ മണിക്കൂറുകളോളായിരിക്കും ചെറിയൊരു കിലോമീറ്റർ പോകാൻ വേണ്ടി നമ്മൾ ബ്ലോക്ക് പെട്ട് കിടക്കുന്നത്. സോ മാനേജ് മൈക്രോ ലെവൽ ട്രാഫിക് കൺജഷൻ വയ റാപ്പിഡ് റെസ്പോൺസ്, അതായത് 3 to 4 റെസ്പോണ്ടേഴ്സ് പെർ സ്റ്റേഷൻ ആണ് വെക്കുന്നത്. ഫിക്സ്ഡ് റൂട്ടേഴ്സ് വെച്ച് പീക്ക് അവേഴ്സിലുള്ള ട്രാഫിക് കൺജഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ക്ലിയർ സ്റ്റോൾഡ് വെഹിക്കിൾസ്, ഇല്ലീഗൽ പാർക്കിംഗ്, ഇറന്റ് യു ടേൺസ് ആൻഡ് ബ്ലോക്ക്ഡ് ഇന്റർസെക്ഷൻസ്, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടാസ്കുകൾ വരുന്നത്. സോ റിയൽ ടൈം ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് സ്മൂത്ത് ട്രാഫിക് ഫ്ലോ ഇൻ ബാംഗ്ലൂരു ആണ് കോബ്ര ബീറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാഞ്ചൻജോംഗ നാഷണൽ പാർക്ക് റേറ്റഡ് ആസ് ഗുഡ് ബൈ IUCN. അപ്പോൾ IUCNന്റെ ഗുഡ് റേറ്റിംഗ് ലഭിച്ചിട്ടുള്ളതാണ് കാഞ്ചൻജോംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. സിക്കിം ഇന്ത്യയാണ് ലൊക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, സ്വീഡൻ ബിക്കം ദി വേൾഡ്സ് ഫസ്റ്റ് ക്യാഷ്ലെസ് സൊസൈറ്റി. അപ്പോൾ വേൾഡിലെ തന്നെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് സ്വീഡനെ. അതായത് ക്യാഷ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തു എന്നല്ല, പക്ഷെ ക്യാഷ് ലീഗൽ ടെൻഡറിൽ തന്നെയാണ് ഉണ്ടാവുക, പക്ഷെ കോമൺലി യൂസ് കുറയ്ക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. ക്യാഷ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമൽ ക്യാഷിന്റെ യൂസേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ കറൻസി റെയർലി ആയിരിക്കും ഇനി ഡെയിലി ട്രാൻസാക്ഷനിൽ എവിടെ യൂസ് ചെയ്യുക? സ്വീഡനിൽ. നെക്സ്റ്റ്, രാഹുൽ ഭട്ടാചാര്യന്റെ നോവലാണ് നോവൽ റെയിൽ സോങ് എന്ന് പറയുന്നത്. ബ്ലൂംസ്ബെറി ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ ടെന്നീസ് ഐക്കൺ സെറീന വില്യംസ് വിൻസ് സ്പാനിഷ് റോയൽ ഹോണർ. പ്രിൻസ് ഓഫ് ഓസ്ട്രിയ അവാർഡ്സ് ഫോർ സ്പോർട്സ്. RCB appoints മാലോലൻ രംഗരാജൻ ആസ് വുമൻസ് ടീം ഹെഡ് കോച്ച്. അപ്പോൾ RCB named Royal Challengers Bengaluru named former Tamil Nadu spinner Malolan Rangarajan as the head coach of women's team head of 4th Women's Premier League season next year. So ലൂക്ക് വില്യംസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മിസ്റ്റർ രംഗരാജൻ വുമൻസ് ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് വരുന്നത്. Prime Minister Narendra Modi inaugurated a year-long commemoration of 150 years of our national song Vande Mataram. So, Prime Minister Modi ഒരു year-long nationwide commemoration celebration ആണ് അതിൻ്റെ ഫോർമൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. I bow to thee, Mother, the India's national song symbolizing patriotism and unity. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ് ഈ ഒരു വന്ദേ മാതരം എഴുതിയിരിക്കുന്നത് നമുക്കറിയാം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ നോവൽ
ഒന്നും കൂടി എടുക്കാം കേട്ടോ ഇവിടുന്ന്. സോ റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യൂണിയൻ മിനിസ്റ്റർ ശ്രീ മനോഹർ ലാൽ ഇനാഗ്രേറ്റ്സ് 18th അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ 2025. അപ്പോൾ ഗുരുഗ്രാം ഹരിയാനയിലാണ് ഈ അർബൻ മൊബിലിറ്റി എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്തത്. ശ്രീ മനോഹർ ലാൽ, യൂണിയൻ മിനിസ്റ്റർ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് പവർ ആയിട്ടുള്ള ശ്രീ മനോഹർ ലാൽ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് പ്ലസ് ഗവൺമെന്റ് ഓഫ് ഹരിയാനയാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അർബൻ ഡെവലപ്മെന്റ് ആൻഡ് മൊബിലിറ്റി നെക്സസ് എന്നുള്ളതാണ് തീം വരുന്നത്. IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് അബുദാബിയിലാണ് നടക്കുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. സോ UN വാട്ടർ കൺവെൻഷനിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രിയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. സോ Convention on Protection and Use of Transboundary Water Courses and International Lakes എന്നുള്ളതാണ് ഒഫീഷ്യൽ നെയിം. ഇനീഷ്യലി എ പാൻ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ആയിരുന്നു, ഓപ്പൺ ടു all UN മെമ്പേഴ്സ് സിൻസ് 2016. സോ ഇതിൽ മെമ്പർ ആവുന്ന UN വാട്ടർ കൺവെൻഷനിൽ മെമ്പർ ആവുന്ന ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രിയാണ് ബംഗ്ലാദേശ് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ equitable, reasonable and sustainable use of shared water എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി സതേൺ കമാൻഡ് കണ്ടക്ട്സ് ട്രൈ സർവീസ് എക്സസൈസ് തൃശൂൽ. അതായത് ആർമി, നേവി ആൻഡ് എയർഫോഴ്സിന്റെ എക്സസൈസ് ആണ്. ലാർജ് സ്കെയിൽ ട്രൈ സർവീസ് എക്സസൈസ് ആയിരുന്നു എക്സസൈസ് തൃശൂൽ എന്ന് പറയുന്നത്. ലാൻഡ്, എയർ, സീ ഈ ഡൊമൈൻസിലുള്ള സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. നെക്സ്റ്റ്, എക്സസൈസ് സാഗർ കവച് എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എക്സസൈസ് ആണ്. സാഗർ കവച് എന്ന് പറയുന്നത് നടന്നത് കർണാടകയിലാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. സഹജീവൻ പ്രോജക്ട് ഓഫ് ഗുവാഹത്തി മുനിസിപ്പൽ കോർപ്പറേഷൻ സഹജീവൻ എന്ന് പറയുന്ന ഗുവാഹത്തി മുനിസിപ്പൽ കോർപ്പറേഷൻ ലോൺ സഹജീവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാനേജ് സ്ട്രേ ഡോഗ് ഹ്യൂമാൻലി. അതായത് സ്ട്രേ ഡോഗുകൾക്ക് വാക്സിനേഷൻ, ഹ്യൂമെയിൻ കൺട്രോൾ ആൻഡ് കോ എക്സിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സഹജീവൻ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻ ലൈൻ വിത്ത് സുപ്രീം കോർട്ട് ഓർഡർ, റിമൂവ് ഡോഗ്സ് ഫ്രം സ്കൂൾ ഓർ ഹോസ്പിറ്റൽ ബട്ട് എൻഷുർ സേഫ് റീലൊക്കേഷൻ. സ്കൂൾ, ഹോസ്പിറ്റൽ പരിധിയിൽ നിന്നും സ്ട്രേ ഡോഗുകളെ റീലൊക്കേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള സുപ്രീം കോർട്ടിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. സോ അതുമായി കോ എക്സിസ്റ്റൻസ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അതുമായി റിലേ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഹജീവൻ പ്രോജക്റ്റ് ഗുവാഹത്തിയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. PM Modi launches Next Car 19. PM Modi launches Next Car 19, India's first homegrown CAR T-cell therapy. B-cell blood cancer by ImmunoAct, IIT Bombay plus Tata Memorial Hospital. DBT and BIRACയിൽ നിന്നും സപ്പോർട്ട് ലഭിച്ചുകൊണ്ടാണ് ഇവർ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ക്രിമിക് ആൻറ്റിജൻ റിസപ്റ്റർ ആണ് കാർ എന്ന് പറയുന്നത്. പാരന്റ് ടി സെൽ ടൈപ്പ് ഓഫ് WBC ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ടു അറ്റാക്ക് ക്യാൻസർ ആൻഡ് ഇൻഫ്യൂസ്ഡ് ബാഗ്. സോ പാരന്റ് ടി സെല്ലിനെയാണ് ടി സെൽ എന്ന് പറയുന്നത്. സോ കാർ ടി സെൽ തെറാപ്പിയാണ് ഇന്ത്യാസ് ഫസ്റ്റ് ഹോം ഗ്രോൺ കാർ ടി സെൽ തെറാപ്പിനെയാണ് നെക്സ്റ്റ് കാർ 19 എന്ന് പറയുന്നത്. സോ ദ മോഡിഫൈഡ് സെൽസ് ആർ കോൾഡ് കാർ ടി സെൽ. പാരന്റ് ടി സെൽസിനെ പുറത്തെടുക്കുകയും അതിനെ ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യുകയും പിന്നീട് തിരിച്ച് ഇൻഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. സൽമാൻ റുഷ്ദിക്ക് ഡേറ്റൺ പീസ് പ്രൈസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ലിറ്റററി മെറിറ്റിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. സോ സൽമാൻ റുഷ്ദിക്കാണ് ഡേറ്റൺ പീസ് പ്രൈസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എവർ RK ലക്ഷ്മൺ അവാർഡ് അമീർ ഖാനാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ RK ലക്ഷ്മൺ ഫാമിലി, so award by RK Lakshman family to honor creative excellence and RK Lakshman's legacy. RK Lakshman എന്ന് പറയുന്നത് famous for You Said It cartoon strip, work in Malgudi race, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ ഒക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് RK ലക്ഷ്മൺ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ കോമെമറൻസിന് വേണ്ടി ഫാമിലി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് RK ലക്ഷ്മൺ അവാർഡ് എന്ന് പറയുന്നത്. അമീർ ഖാൻ ആണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. താരേ ജമീൻ പർ, ദംഗൽ ആൻഡ് ലഗൻ ഈ സിനിമകളിലെ അഭിനയത്തിനാണ് അമീർ ഖാനെ ചൂസ് ചെയ്തിരിക്കുന്നത്.
സോ ശ്രീ വിശ്വജിത് സഹായി ആണ് കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്, അതായത് CGDA ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ് ശ്രീ വിശ്വജിത് സഹായി. ഷീര പൈലറ്റ് പ്രോജക്റ്റ് വിജയപുര ഡിസ്ട്രിക്ട് ഓഫ് കർണാടകയിലാണ് ഷീര പൈലറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആനിമൽ ഹസ്ബൻഡറി പ്രൊമോട്ട് ചെയ്യുക, മിൽക്ക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. BLD സൊസൈറ്റി പ്ലസ് കൃഷി കൽപ്പ ഫൗണ്ടേഷൻ പ്ലസ് അക്ഷയ കൽപ്പ ഫൗണ്ടേഷൻ ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡയറി ഫാമിംഗ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ജൻജാതീയ ഗൗരവ് വർഷ്. ജൻജാതീയ ഗൗരവ് വർഷ് എന്ന് പറയുന്നത് നാഷൻ വൈഡ് സെലിബ്രേഷൻ ആണ്. അതായത് ഭഗവാൻ ബിർസ മുണ്ടയുടെ ധർത്തി ആഭ എന്നറിയപ്പെടുന്ന ഭഗവാൻ ബിർസ മുണ്ടയുടെ 150th ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ജൻജാതീയ ഗൗരവ് വർഷ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ 150 years ഓഫ് വന്ദേ മാതരം. ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ബിർസ മുണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ ആണ്, റിലീജിയസ് ഫോമർ ആണ്, ഫോക്ക് ഹീറോ ആണ്, ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. സോ ട്രൈബ് കമ്മ്യൂണിറ്റി വരുന്നത് മുണ്ടയാണ് എന്നുള്ള കാര്യം ആലോചിക്കും. സോ ഇന്ത്യ ശ്രീലങ്ക ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബെലഗാവി എവിടെയാണ് ബിഗിൻ ചെയ്തിരിക്കുന്നത്? ഇന്ത്യ ശ്രീലങ്ക ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിഗിൻസ് ഇൻ ബെലഗാവി. എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് മിത്രശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മിത്രങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും മിത്രശക്തി അല്ലേ. നമ്മുടെ ഒരു മിത്രത്തിനെങ്കിലും ശ്രീയിൽ തുടങ്ങുന്ന പേരുണ്ടാവും, നമ്മൾ ഓൾറെഡി പണ്ട് എപ്പോഴും പറയുന്ന കോഡാണ്. സോ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള എക്സസൈസ് ആണ് മിത്രശക്തി. ബെലഗാവി ശ്രീലങ്കയിലാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ സിക്സ്ത് നാഷണൽ വാട്ടർ അവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജൽ സമൃദ്ധ് ഭാരത് എന്ന് പറയുന്ന എഫേർട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗംഗാ റെജുവിനേഷൻ, മിനിസ്ട്രി ഓഫ് ജൽ ശക്തി 2018 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് എയിം ടു പ്രൊമോട്ട് വാട്ടർ കൺസർവേഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇന്നോവേഷൻ ആൻഡ് ജൽ സമൃദ്ധ് ഭാരത്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. 2021 കോവിഡ് പാൻഡമിക് കാരണം അവാർഡ് കൊടുക്കാൻ പറ്റിയില്ല. ഇതിൽ ബെസ്റ്റ് സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്, ഗുജറാത്ത് സെക്കൻഡ്, തേർഡ് ഹരിയാനയാണ് വരുന്നത്. സോ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഫോർ ഫിഫ്ത്ത് ഇയർ ഇൻ എ റോ കോവളം ബീച്ചിന് ലഭിച്ചിരിക്കുകയാണ്. കോവളം ഗെറ്റ്സ് ബ്ലൂ ഫ്ലാഗ് ഫോർ 5th കോൺസിക്യൂട്ടീവ് ഇയർ. അപ്പോൾ തമിഴ്നാടു's ഫസ്റ്റ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ച്, ഫസ്റ്റ് സർട്ടിഫൈഡ് ഓൺ 21st September 2021. തമിഴ്നാടു's ഫസ്റ്റ് ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കോ ലേബൽ ബൈ ഫൗണ്ടേഷൻ ഫോർ എൻവിറോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്കാണ് ഈ അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലെൻലിനെസ്, സേഫ്റ്റി, സസ്റ്റൈനബിലിറ്റി ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ പഞ്ചാബ് became the first state and country to implement the amended Bharat Net scheme. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് to implement the amended Bharat Net scheme across the entire state, enabling live monitoring from anywhere. മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ വരുന്നത്. സോ ഭാരത് നെറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്കീമാണ് ഭാരത് നെറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് പഞ്ചാബ് എന്നുള്ള കാര്യം ആലോചിക്കാം. ജർമ്മൻ വാച്ച് റിലീസ് ചെയ്യുന്ന ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യൻ്റെ പൊസിഷൻ ലാസ്റ്റ് ടൈം 10th ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ്റെ റാങ്ക് വരുന്നത് 9th ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ക്ലൈമറ്റ് റിസ്ക് കാരണം, ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമുക്ക് ഫ്ലഡ്, സൈക്ലോൺസ്, ഡ്രൗട്ട്സ്, വരൾച്ച, ഹീറ്റ് വേവ്സ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. സോ ഇന്ത്യൻ്റെ പൊസിഷൻ വരുന്നത് 9th പൊസിഷൻ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഡൊമിനിക്കയാണ് ടോപ്പ് പൊസിഷനിൽ വരുന്നത്. ഡൊമിനിക്ക, മ്യാൻമാർ, ഹോണ്ടുറാസ്, ലിബിയ, ഹെയ്ത്തി, ഗ്രനാഡ, ഫിലിപ്പീൻസ്, നിക്കാരഗ്വേ, ഇന്ത്യ ഇതൊക്കെയാണ് ടോപ്പ് പൊസിഷനിൽ വരുന്ന കൺട്രീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഡൊമിനിക്ക തന്നെയാണ് ടോപ്പ് പൊസിഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഹെയ്ത്തി, ഫിലിപ്പീൻസ് ആൻഡ് ഇന്ത്യയാണ് എമംഗ് ടോപ്പ് 10
മോസ്റ്റ് എഫക്റ്റഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആലോചിക്കുക, ജർമ്മൻ വാച്ച് റിലീസ് ചെയ്യുന്ന ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 9th ആണ്. കഴിഞ്ഞ പ്രാവശ്യം 10th ആയിരുന്നു, ഇപ്പോൾ 9th ആയി. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ തീം എന്ന് പറയുന്നത് 20 years ഓഫ് ട്രാക്കിംഗ് പ്രോഗ്രസ്, ടൈം ടു റീകമിറ്റ് സീറോ ഹങ്കർ എന്നുള്ളതാണ്. കൺസേൺ വേൾഡ് വൈഡ്, വെൽത്ത്, ഹങ്കർ, ഹെൽത്ത് ആൻഡ് IFHV ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ലോ ഓഫ് പീസ് ആൻഡ് ആംഡ് കോൺഫ്ലിക്റ്റ് ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഗ്ലോബൽ ഹങ്കർ, അതായത് 2016 നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഗോൾ നമ്പർ 2 ആയിരുന്നു സീറോ ഹങ്കർ ബൈ 2030 എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 42 കൺട്രീസ് ഇപ്പോൾ അലാമിങ് സിറ്റുവേഷനിലാണ്. എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഹങ്കറാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2030 സീറോ ഹങ്കർ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അച്ചീവബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. സോ അതിലേക്കാണ് ഇന്ത്യ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. 123 കൺട്രീസിനെ റാങ്ക് ചെയ്തതിൽ 102 ആണ് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. 25.8 ആണ് സ്കോർ എന്ന് പറയുന്നത്. സോ ഇന്ത്യ ലൈസ് ഇൻ എ വെരി സീരിയസ് കാറ്റഗറി. ഇപ്പോൾ അർമേനിയ, ബെലാറസ്, ബൊസാനിയ, ഇങ്ങനെ കുറേ ടോപ്പ് ഫൈവ് കൺട്രീസ് ഉണ്ട്. അതായത് 1 to 25 ഒരു ബെൽറ്റാണ് ഇതിൽ വരുന്നത്. ഇപ്പം 123ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് സൊമാലിയാണ്. പിന്നീട് സൗത്ത് സുഡാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇവിടെയൊക്കെയാണ് സീരിയസ് ലെവൽ ഓഫ് ഹങ്കർ ഉള്ളത്. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീക്കിലി കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത വീക്കിൽ കാണാം. സോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ കാണാം. അപ്പോൾ താങ്ക് യു.